സീരിയലുകളിലും മിമിക്രിയിലും പാട്ടിലും എല്ലാത്തിലും ഇപ്പോൾ ഈ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം കുട്ടിപ്പട്ടാളാണ് ഇവിടെ ഉള്ളത്. ഗൗതം നമസ്കാരം. ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിക്കും. ഇപ്പോഴത്തെ ട്രെൻഡിങ് മറ്റേ ബ്ലാക്ക് ഊതണ്ണമണി റണ്ണാടി പെക്കിന്നെ പറഞ്ഞപ്പ കുമ്മനിട്ട് ഇടിച്ച് എൻ്റെപ്പഞ്ഞ് സാറിൻ്റെ പെണ്ണിനെ ചതിച്ച് കാശുകാരൻ ജീവിച്ചപ്പോൾ അവർക്കങ്ങ് സൂക്ഷിച്ച് എന്നെ തട്ടി കളഞ്ഞിട്ട് പുളിങ്കമ്മ പിടിച്ച്. വീട്ടിൽ എത്ര പേരില്ല വിളിക്കുന്നേ? വീട്ടില് ടുട്ടു, ഗൗതം, തേങ്ങ ടക്കണ്ണും തേങ്ങര. ഇതെന്തു പാടാ? ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചേട്ടന് ലവർ ഉണ്ടാകുന്നു. ചേട്ടൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു 5 എണ്ണം ഉണ്ട്. എന്റെ പോന്നെ, നമുക്ക് ഒരാളെയൊക്കെ ഇഷ്ടപ്പെടാം. ഈ 5 പേരെ എങ്ങനെ ഇഷ്ടപ്പെടുന്നത്? അല്ല, ഈ 5 പേര് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുവാ? എന്താന്ന് വെച്ചാ ഒരാൾ കഴിഞ്ഞ അടുത്താള് കഴിഞ്ഞ അടുത്താള് അങ്ങനെ 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 5 പോയാലോ? 5 പോയാൽ ഞാൻ അടുത്ത പ്രപ്പോസ് ചെയ്യും. അമ്മ പറഞ്ഞു എടാ നിന്റെ ലൈന്. ഞാൻ പറഞ്ഞു മാറ്റണം അമ്മ. അമ്മ പറഞ്ഞു മാറ്റിക്കോ. ഞാൻ അപ്പൊ തന്നെ മാറ്റി. വേറെ സംസാരമില്ല, മാറ്റി. പിന്നെ അടുത്ത ആള് ഞാനാണ് യേശന്റെ അടുത്ത് പറഞ്ഞു സുരേഷ് ഗോപിയുടെ വീട്ടിൽ ഒരു ദിവസം നമുക്ക് പോവാം. പക്ഷെ പോവാൻ പറ്റിയില്ല. പിന്നെ വേറൊരു കാര്യം, സുരേഷ് ഗോപിയുടെ വീട്ടിലാണെങ്കിൽ സെക്യൂരിറ്റി അതൊക്കെയാണ്. അങ്ങനെ കൊല്ലും. ഈ ഓരോ ക്യാരക്ടറൊക്കെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അങ്ങോട്ട് അവസരം ചോദിക്കുന്നു, ചെയ്യുന്നു. അപ്പൊ ആദ്യമൊന്നും പേടിയൊന്നും ഇല്ലായിരുന്നോ? എന്ത് പേടി? രാവിലെ ഷാർപ്പ് 6 മണിക്ക് വന്നില്ലെങ്കിൽ കണക്കാണ്. ഞാൻ ചാവും. കാരണം എന്താന്ന് വെച്ചാ എന്നെ വെറുതെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തും. 2 മണിക്കൂർ കണ്ട് പിന്നെയും ഷൂട്ടെന്ന് പറയും. അപ്പൊ ഞാൻ എങ്ങനെ ഉറങ്ങും? ഉറക്കമില്ല. ഇല്ല. അടിപൊളി മിമിക്രി ആർട്ടിസ്റ്റാ കുട്ടുമെന്ന് ഞങ്ങൾ കേട്ടു. ഏതൊക്കെ വോയിസ് ചെയ്യും? ജനാർദ്ദനൻ, അച്ഛമാമൻ, തിലകൻ. ഞാൻ തന്നെ അച്ഛനെ വിളിച്ചതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയലുകളിലും മിമിക്രിയിലും പാട്ടിലും എല്ലാത്തിലും ഇപ്പോൾ ഈ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം കുട്ടിപ്പട്ടാളാണ് ഇവിടെ ഉള്ളത്. ഗൗതം നമസ്കാരം. നമസ്കാരം. എന്നാ ഉണ്ടോ വിശേഷം? ഞാൻ ഇന്ന് നിന്റെ ഇന്റർവ്യൂ എടുക്കുന്നതിന്റെ കാരണം എന്നാന്ന് അറിയാവോ? ഒരു വീഡിയോ ഭയങ്കരമായിട്ട് നിന്റെ അങ്ങ് വൈറലായി. ലവറിന്റെ എന്തു ശരിക്കും ആ വീഡിയോയിൽ സംഭവിച്ചത്? എനിക്ക് ശരിക്കും സംഭവിച്ചത് അത് ഈ ലൊക്കേഷനിലും തന്നെ നടന്നതാ. ഈ ലൊക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, വേറെ ലൊക്കേഷനാണ്. പക്ഷെ അപ്പം എനിക്ക് ഇതേപോലെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ആംബ്രോ എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഇപ്പൊ ഗൾഫിലാണ്. കാരണം കല്യാണം കഴിഞ്ഞു. അപ്പം ഗൾഫിൽ പോയി. അതിന് മുമ്പേ ഞങ്ങള് ആദ്യം കണ്ട ഇത് തുടങ്ങുന്ന ആദ്യം ഏത് സീരിയൽ അത് പറ. അതൊരു നമ്പരൊക്കെ. അതിലെന്തോ ചെയ്യുന്ന വേഷം? ആദി. അങ്ങനെ ആ ചേട്ടനെ പരിചയപ്പെടുന്നു. ചേട്ടൻ കെട്ടി ഗൾഫിന് പോകുന്നു. പിന്നെന്തുവായിരുന്നു? അതിൻ്റെ മുമ്പേ ഞങ്ങള് ഇവിടെ വെച്ചിട്ട് ഒരു റീൽസ് കണ്ടുപിടിച്ചു. എന്ന് വെച്ചാ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചേട്ടന് ലവർ ഉണ്ടാവും ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു എനിക്കുണ്ട്. എനിക്ക് ഒരു 5 എണ്ണം ഉണ്ട്. ചേട്ടനാണെങ്കിൽ എടാ എങ്കിൽ നമുക്കത് വീഡിയോ എടുത്താലാ, എന്നിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം, നല്ല കൂടുന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ അത് ഓർത്ത് വെച്ചു. ഇതൊരു പോളി അങ്ങ് പൊളിക്കും. എന്നിട്ട് ഞാൻ ഫുൾ അങ്ങ് പറഞ്ഞു. എന്തോ അത് ഇവിടെ ഒന്ന് പറഞ്ഞു, ഞാനും കേട്ടില്ലത്. പറ. ചേട്ടാ ചേട്ടനില്ല പറയണ്ട. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇല്ല എനിക്കുണ്ട്. അപ്പൊ ഒരു സോങ് ഉണ്ട്, നമ്മുടെ അടുത്ത് ചോദിച്ചറിയാം. നേരത്തെ വന്ന ആളില്ലേ, നേരത്തെ ഒരു ഗേള്, അതെന്റെ അമ്മ. അമ്മയ്ക്ക് സോങ് അറിയാം, പക്ഷെ നിന്നെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ കാര്യം അമ്മയ്ക്ക് അറിയാവോ? അതമ്മയ്ക്ക് ഞാൻ നേരത്തെ അമ്മ അടുത്ത് പറഞ്ഞു. എല്ലാം തുറന്നു പറയും. 5 പേരുണ്ട് ഇപ്പം. ഈ 5 പേരെ എങ്ങനെ കൊണ്ടു നടക്കുന്നേ? അമ്മ എന്നോട് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. നീ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്തിടുമല്ലോ നിന്റെ ലവറിന്റെ. അതെങ്ങനാ? ഞാൻ അങ്ങനെയൊക്കെയാ ചെയ്തെടുത്ത്. എന്തിലോ പ്രസ് ചെയ്ത് ഫോട്ടോ വന്ന് ഫോട്ടോ ഡയൽ ചെയ്ത് എടുത്തിട്ട്. ഇത് അവരോട് പറഞ്ഞു ഈ പ്രണയം?
അവളെന്നെ അടിച്ചു കൊല്ലും. പറഞ്ഞാല് ഓ പിന്നെങ്ങനെ ഈ പ്രണയമാവുന്ന 5 പേരുണ്ടെന്ന് പറഞ്ഞത്? വൺ സൈഡ്. വൺ സൈഡ് ലവ് പെയിൻഫുൾ അല്ലേ? അപ്പൊ ഇപ്പൊ ഒരു ടാസ്ക് തരുക കേട്ടോ. എന്തുവാ? ഈ 5 പേർക്ക് കുട്ടൂനെല്ലാവരെയും ഇഷ്ടം, അവർക്കല്ലല്ലോ. ഇന്ന് അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രണയം അങ്ങ് തുറന്ന് പറഞ്ഞോ. ഒരു പാട്ടിലൂടെ തന്നെ പറഞ്ഞോ. ഏതാ? എന്നാ പ്രണയം പറ, അല്ലാതെ പറഞ്ഞോ. അതും പറ്റില്ല. അവരെങ്ങനെ കൊല്ലും? അവർക്കറിയണ്ട ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നാ. ആണോ? എന്നാ നമുക്കൊരു അടിപൊളി ഒരു പാട്ട് പാടാം. ഏതാ പാടുന്നേ? ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിക്കോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് മറ്റേ ബ്ലാക്ക്, അതിന്റെ മറ്റേ ഊതണ്ണമണി ത്രണ്ണാടി. ഓക്കെ, അത് തുടങ്ങാം. റെഡി? ഊതണ്ണമണി ത്രണ്ണാടി പെക്കിന്നെ പറഞ്ഞപ്പ കുമ്മനിട്ട് ഇടിച്ച് എനിക്കപ്പഞ്ഞ സാറിൻ്റെ പെണ്ണിനെ ചതിച്ച് കാശുകാരൻ ജീവിച്ചപ്പോൾ അവർക്കങ്ങ് സുഖിച്ച് എന്നെ തട്ടി കളഞ്ഞിട്ട് പുളിങ്കമ്മം പിടിച്ച് ഒറ്റപ്പെട്ട വിഷമത്തി മാറിപ്പോയി കുടിച്ച് 1-ാം തട്ട് ഓടിച്ചപ്പോൾ കരളങ്ങ് നേരിച്ച് 2-ാം തട്ട് ഓടിച്ചപ്പോൾ മരം അങ്ങ് നൊഴിച്ച് 3-ാമത്തെ ബെക്കുഴിച്ച് നമ്പർ ഞാൻ ഇറക്കിട്ട് ബീഫ് കൂട്ടി അടിച്ചിട്ട് തള്ളയ്ക്കമ്മട ചതിച്ചട എന്നെ എൻ്റെ 10 കൊല്ലം പോയടാ പൊന്നി ചതിച്ചട എന്നെ എൻ്റെ തെപ്പോട്ടിക്കൊണ്ടെന്നെ തേച്ചടാ പൊന്നി ചതിച്ചട എന്നെ എൻ്റെ 10 കൊല്ലം പോയടാ പൊന്നി ചതിച്ചട എന്നെ എന്നെ തെപ്പോട്ടിക്കൊണ്ടെന്നെ തേച്ചടാ പൊന്നെ നെ 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 നെ. അടിപൊളി. ഇതെങ്ങനെ ഇത് പഠിച്ചത് ഈ വരിയൊക്കെ? ഫോണിൽ കൂടെ? യൂട്യൂബ്. ഓ, വീട്ടിൽ എത്ര പേരില്ല വിളിക്കുന്നേ? കുട്ടൂന്ന് വിളിക്കും. വീട്ടില് ടുട്ടു, ഗൗതം, തേങ്ങന, ടക്കണ്ണും തേങ്ങര. ഇതെന്തു പാടാ? ടക്കണ്ണും പേരാ? ഓക്കെ. പിന്നെ കണ്ണപ്പൻ, പിന്നെ പഞ്ചസാര, തേയില, കാപ്പിപ്പൊടി, ഗോതമ്പ് പൊടി, പോരട്ടെ പറ. അത് ഗോതമ്പ് പൊടി, മുളക് പൊടി, പിന്നെ ദോശപ്പൊടി. ഇത്രയും പേര് വിളിക്കും. നമുക്ക് ഒരാളെയൊക്കെ ഇഷ്ടപ്പെടാം. ഈ 5 പേരെ എങ്ങനെ ഇഷ്ടപ്പെടുന്നത്? അല്ലെ ഈ 5 പേര് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുവാ? എന്താന്ന് വെച്ചാ ഒരാൾ കഴിഞ്ഞ അടുത്താള് കഴിഞ്ഞ അടുത്താള്, അങ്ങനെ അങ്ങനെ അങ്ങനെ. 5 പോയാലോ? 5 പോയാൽ ഞാൻ അടുത്ത പ്രപ്പോസ് ചെയ്യും. വിടുന്ന പരിപാടിയില്ല. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്തോ പറഞ്ഞു? എന്തോ അമ്മയോട്? ഇപ്പം ഞാൻ അമ്മയാ. അമ്മയോട് എങ്ങനെ വന്ന് ഇത് ഫസ്റ്റ് പറഞ്ഞ എങ്ങനെ ഒന്ന് കേൾക്കട്ടെ. അമ്മ എനിക്കൊരു ലവറുണ്ട്. എന്നിട്ട് എന്തോ പറഞ്ഞു? അമ്മ പറഞ്ഞ് ആരാന്ന്. അപ്പം ഞാൻ പറഞ്ഞ അത് ഇന്ന് കാണിക്കാൻ പറ്റില്ല, എൻ്റെ ഈ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ ഉണ്ട്, അന്ന് കാണിച്ചു തരാമെന്ന്. അതിന് അന്ന് കാണിക്കാൻ പറഞ്ഞത്? കാരണം അല്ലാതെ അവളെ കാണാൻ പറ്റൂല, അമ്മ അല്ലാതെ വരൂല. ഓക്കെ. അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞപ്പം അമ്മ വരാമെന്ന് പറഞ്ഞു. അമ്മ വന്നിട്ട് നോക്കിയതും അവൾക്കന്ന് അറിയില്ല എൻ്റെ അമ്മ ആരെന്ന്. അപ്പം ഞാൻ വന്നിട്ട് എടി എൻ്റെ അമ്മ വന്നെന്ന് പറഞ്ഞപ്പോൾ അവളൊന്ന് നോക്കിയിട്ട് അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ അവൾക്ക് അറിയില്ലല്ലോ ഇതാര്. അവൾ വിളിച്ചു കാണും, ലൈനാന്ന് വിചാരിച്ചു കാണും അല്ലേ? ഓക്കെ. അപ്പം അമ്മ പറഞ്ഞു ആടാ നിന്റെ ലൈന്. അപ്പം ഞാൻ പറഞ്ഞു മാറ്റണം അമ്മ. അമ്മ പറഞ്ഞു മാറ്റിക്കോ. ഞാൻ അപ്പൊ തന്നെ മാറ്റി. വേറെ സംസാരമില്ല, മാറ്റി. പിന്നെ അടുത്ത ആള് 1-ാം ക്ലാസ്സിൽ. അപ്പം ഫുള്ള് അതിൽ 5 പേരൊക്കെ പോയി, ചെറിയൊക്കെ അത്രയൊക്കെ പോയി. 7 പേരോളം പോയി. അപ്പോഴേ അമ്മ പറഞ്ഞതാ ഇനി വലുതായി കഴിഞ്ഞാലും ലവർ മോശം വരത്തില്ല. കാരണം അമ്മയ്ക്ക് അത്രയും പാടില്ലല്ലോ, എനിക്ക് ലവറുണ്ട്, അപ്പം പാട് വരില്ല. ഇനി ആഴ്ച കിടക്കും തോറും മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസം ഓരോന്ന് വരും. കല്യാണം കഴിച്ചിട്ട് എന്ത് കൊടുക്കാനാ ഇപ്പം? എനിക്ക് ജോലി ഉണ്ടല്ലോ, അവളെ പണിക്ക് വിടാമല്ലോ. അടിപൊളി മിമിക്രി ആർട്ടിസ്റ്റാ കുട്ടുമെന്ന് ഞങ്ങൾ കേട്ടു. ഏതൊക്കെ വോയിസ് ചെയ്യും? ജനാർദ്ദനൻ, അച്ചുമാമൻ, തിലകൻ. ഫസ്റ്റ് ആരെയാ ചെയ്തേ? ആദ്യം ജനാർദ്ദനൻ. ഓക്കെ. പൊന്നപ്പൻ. അടിപൊളി. അടുത്തേ?
അച്ഛമാമൻ വളരെ ലംഘിതമായി പറയുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ഞാൻ തന്നെയാണ്. ഓ അടിപൊളി അടിപൊളി അടിപൊളി. ഇനി അടുത്ത ആരെയാ? തിലകൻ. ആ തിലകൻ. ആ നിന്റെ അച്ഛനാണ്. ഓ ഞാൻ തന്നെ അച്ഛനെ വിളിച്ചതാണ്. എന്നെ എനർജിയാടാ കുട്ടു നിനക്ക്. ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടുപിടിച്ചു തന്നെ പഠിച്ചതാ? ഇതുപോലെ വേറെ ആരെങ്കിലും ചെയ്യുവോ? ആരും ചെയ്യില്ല, ഞാൻ മാത്രം. നീ ചെയ്യുന്നല്ല, നീ വേറെ ആരെങ്കിലും ചെയ്യുവോന്ന്? വേറെ ആരും ചെയ്യില്ല. സൗണ്ട് ഈ സീരിയലിലോട്ട് എങ്ങനെ ടുട്ടു വരുന്നത്? ആദ്യം അമ്മയ്ക്ക് ചേട്ടൻ പറഞ്ഞല്ലേ സ്കിറ്റ് കാണാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ചേട്ടൻ, അതേപോലെ ഞാൻ തന്നെ ചോദിച്ച് സ്കിറ്റിൽ കയറാനായിട്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയെ പോലെ ആർട്ടിസ്റ്റ് ആവണം. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഞാൻ എൻ്റെ ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെറിയ കുട്ടി വേഷം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്ത്, ഞാനാണെങ്കിൽ എന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ വന്നതും എനിക്ക് ഒത്തിരി സീൻ നിരത്തി വച്ചേക്കുന്നു. ഞാൻ ഒരു സീന് കയറുന്ന അടുത്ത സീൻ, അവിടെയും കയറുന്ന അടുത്ത സീൻ, അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ ചെയ്തു. അത് ഫുള്ള് അങ്ങ് ചെയ്തു. 2 ദിവസം എടുത്തു ഫുള്ള് തീർന്നു. എന്നിട്ടാണെങ്കിലാ പിന്നെ ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അമ്മയുടെ മൊബൈലിൽ കാണിക്കണം. ഒറ്റയ്ക്ക് കാണാം. ഒറ്റയ്ക്ക് കാണാന്ന് പറഞ്ഞേ? അതൊരു സിംഗിൾ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് കാണാം. ബാക്കി പറ. ഈ എത്ര സീരിയലുകൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട്? ഞാൻ 4 സീരിയല്, ഒരു 4-5 അങ്ങനെയൊക്കെയാണ്. ഞാൻ എണ്ണി വെക്കാറില്ല, നമുക്ക് വർക്ക് എണ്ണി വെക്കാൻ സമയമില്ലല്ലോ അല്ലേ? ഏറ്റവും വലിയ ആഗ്രഹം എന്തോ കുട്ടുവിന്റെ? എനിക്ക് വലുതായിട്ടൊരു പോസിറ്റീവ് മാൻ അല്ലെങ്കിൽ ഒരു നല്ല വർക്ക് അങ്ങനെ ചെയ്യാനാണ്. ഏത് കഥാപാത്രമൊക്കെ ചെയ്യണമെന്ന് ഇഷ്ടം? കഥാപാത്രം ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട നടൻ ആരാ? വിജയ് മോഹൻലാൽ. വിജയ് ഇഷ്ടപ്പെടാൻ കാരണം? കാരണം ആ സ്റ്റൈലും അല്ലേ? ആ സ്റ്റൈല്, പിന്നെ മറ്റേ ഫ്രണ്ട് മറ്റേ ഒരു ഓട്ടയ്ക്കകത്ത് തീയൊക്കെ വെച്ചിട്ട്, അത് ചേട്ടൻ അറിഞ്ഞൂടായിരുന്നു. അതിൻ്റെ അകത്ത് തീയൊക്കെ വെച്ചിട്ട് വേറൊരാൾ വലിച്ച അകത്തേക്ക് കയറ്റാനായിട്ട് പോയി. അപ്പോഴാണെങ്കിൽ കയറി മരിച്ച്, ആ പുള്ളി മരിച്ചു. അപ്പോൾ വിജയ് അങ്ങ് തള്ളിക്കയറ്റി, വിജയാണെങ്കിൽ അങ്ങ് കയറി. പുറത്ത് വന്നപ്പോൾ ഒരു തുള്ളി പൊള്ളൽ പോലും ഇല്ല. അപ്പൊ അങ്ങനെ വരണം നിനക്ക്, കേറിയിട്ട് പൊള്ളലില്ലാതെ വരണം. അതെന്തോന്ന് ഇതെന്നറിയാമോ? പുള്ളിയുടെ ദേഹത്ത് ഫുള്ള് മറ്റേ കോട്ടൺസ് ഇട്ട്, അപ്പം പൊള്ളത്തില്ല. അമ്മ അകത്തേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങിയതും പഴയ ഡ്രസ്സ് തന്നെ. കാരണം കോട്ട് ഊരിയല്ലോ. കോട്ട് അവിടെ എത്തുമ്പോൾ ഊരിയില്ലെങ്കിൽ നമ്മൾ റിയലാണ്, അത് റിയലല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് മാറ്റി. അപ്പോഴേ എനിക്ക് തോന്നി ഇത് തന്നെ പരിപാടി എന്നും പറഞ്ഞ് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയതും സുരേഷ് ഗോപി, അവിടെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അപ്പോൾ വിജയും കൂടെ ഉണ്ടായിരുന്നു. വിജയ് എൻ്റെ മുമ്പേ പോയി സുരേഷ് ഗോപി നിന്ന്. ഞാൻ സുരേഷ് ഗോപിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോഴാണ് ഇതേപോലെ സുരേഷ് ഗോപി പറഞ്ഞ് ഞാൻ ഒരു ദിവസം നിന്റെ വീട്ടിൻ്റെ പൂജപ്പുര വഴി കൂടെ പോകും. ഒരു ദിവസം ഞങ്ങൾ വണ്ടി എടുത്ത് ഞാനും എനിക്ക് ചേച്ചിയമ്മയും ഞാനും അച്ഛനും കൂടെ പോയി. അവിടെ മറ്റേ പൂജപ്പുര അമ്പലം കഴിഞ്ഞിട്ട് ഒരു വളവില്ലേ, ആ വളവ് തിരിഞ്ഞതും സുരേഷ് ഗോപിയുടെ വണ്ടി നമ്മുടെ ഫ്രണ്ടില്, എൻ്റെ ഫ്രണ്ടില് നേരെ മറ്റേ റോഡില്ലേ, അത് നേരെ അങ്ങ് മറ്റേ പട്ടാളത്തിന്റെ ആ വഴി നേരെ പോവാൻ പോയി. ഞാനാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് പോയതും സുരേഷ് ഗോപി വീട്ടിൽ വന്നു. വീട്ടിൽ എത്തി. കാരണം സുരേഷ് ഗോപിയുടെ വീട് അവിടെ എവിടെയാണ്, കുറേ ദൂരം പോയി. എന്നിട്ടാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ വണ്ടി തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഞാനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു സുരേഷ് ഗോപിയുടെ വീട്ടിൽ ഒരു ദിവസം നമുക്ക് പോവാം. പക്ഷെ പറ്റിയില്ല. പറ്റിയില്ല. പിന്നെ വേറൊരു കാര്യം, സുരേഷ് ഗോപിയുടെ
വീട്ടിലാണെങ്കിൽ സെക്യൂരിറ്റി അതൊക്കെയാണ്. എന്നെ കൊല്ലും. എടാ നിനക്കിപ്പോൾ സുരേഷ് ചേട്ടനെ കാണണോ? ആ കാണണം. ഈ സുരേഷ് ചേട്ടൻ നീ വീഡിയോ കാണുന്നുണ്ടോ? നീ തന്നെ പറഞ്ഞോ. സുരേഷ് ഗോപി സാർ, എനിക്ക് താങ്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ താങ്കൾ എൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ദയവായി ഇങ്ങനൊന്നും പറ്റിക്കല്ലേ കേട്ടോ. ഇങ്ങനൊന്നും തമാശയ്ക്ക് പോലും പറ്റിക്കല്ലേ. ഇത് കണ്ടിട്ട് വരും കേട്ടോ. ഇനി ഇതുപോലെ വരാൻ ആഗ്രഹമുള്ള ആരാ? ഞാനാന്ന് പറഞ്ഞു. ചേട്ടൻ ഞാൻ വരാം കേട്ടോ. ഉടനെ തന്നെ ഞാൻ വരും. ഭയങ്കര ആഗ്രഹമായിരുന്നോ? എന്തോ ചേട്ടൻ എൻ്റെ വീട്ടിൽ വരണം. ഞാൻ വരാം, ഇന്ന് തന്നെ വരാം കേട്ടോ. ഇഷ്ടപ്പെട്ട ഫുഡ് എന്തുവാ? ബിരിയാണി. ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഈ ഓരോ ക്യാരക്ടറൊക്കെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അങ്ങോട്ട് അവസരം ചോദിക്കുന്നു, ചെയ്യുന്നു. അപ്പോൾ ആദ്യമൊന്നും പേടിയൊന്നും ഇല്ലായിരുന്നോ? എന്ത് പേടി? ആ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാൽ അത് കേൾക്കട്ടെ. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നാ അമ്മ എന്നെ പറഞ്ഞു. ഞാൻ മറ്റേ പറഞ്ഞില്ലേ എന്നാ വീഡിയോ ഞാൻ മൈനസ് ആക്കി കാണിക്കാം. അപ്പം അമ്മയാണെങ്കിൽ കയറിയതും മോനെ ഷൂട്ടിന് വിളിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഷോക്കായി, ഞെട്ടിപ്പോയി. എന്തോ കാണിക്കുമെന്നൊന്നും അറിയത്തില്ലല്ലോ. അത് അപ്പം ഞാൻ വന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ അമ്മ പറഞ്ഞ്, എടാ നീ വലുതായിട്ട് കുറച്ചുകൂടെ വലുതായിട്ട് ഞാൻ ആക്ടർ തന്നെ ആവും. കറക്റ്റ് അത് തന്നെ. പിന്നെ ഞാൻ കുഞ്ഞിലെ ഞാൻ തൊട്ടിക്കിടന്നപ്പം അച്ഛൻ വന്നിട്ട് പറഞ്ഞ് ഇവൻ ഒരു വലിയ നായകനാവും. തന്നെ നടന്നു. ഈ തൊട്ടി കിടന്നത് ആരാ പറഞ്ഞത് നിന്നോട്? പിന്നെ ഞാനല്ലേ കിടന്നത്, എനിക്കറിയാമല്ലോ അല്ലേ. അതുപോലെ ആയി ഇപ്പം. അപ്പം ഇനി ഒരുപാട് സിനിമകൾ ഇനിയും കിട്ടട്ടെ. ആരോട് അഭിനയിക്കണമെന്നാ ആഗ്രഹം? അത് കേൾക്കട്ടെ. വിജയ്. ഈ നായികമാരെ എടുത്താലോ? ഈ 5 ലവർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ വലിയ നടനൊക്കെ കുട്ടുവായി കഴിഞ്ഞിട്ട് ആ 5 പേരിൽ ആരെങ്കിലും എനിക്കൊരു ചാൻസ് തരാൻ ചോദിച്ചാൽ എന്തോ പറയും? അങ്ങനെ എടുക്കാൻ പറ്റും? ഓക്കെ. അപ്പം എന്ത് റോള് കൊടുക്കും അവർക്ക്? വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. എന്തോ ഒരു ഫാൻസ് എന്നറിയാ കുട്ടുവിന്. ഇന്ന് കുട്ടുവിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുവാന്ന് ഞാൻ ഒരാളോട് പറഞ്ഞപ്പം ലക്ഷ്മി എന്നാ പേര്. ലക്ഷ്മി എന്നോട് പറയുക കുട്ടുവിന് എനിക്കൊന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ഇവിടെ പൂജപ്പുരയിലുള്ള. വിളിച്ചു. അപ്പൊ എന്തോ ഞാൻ ലക്ഷ്മിയോട് പറയണ്ടേ? ഇവിടെ ഈ ലൊക്കേഷനിൽ വന്ന ഫോട്ടോ എടുക്കാം. അയ്യോ, അവര് സമ്മതിക്കുവോ ലൊക്കേഷനുള്ളവര്? സമ്മതിക്കും. കുഴപ്പമില്ല, ലക്ഷ്മിയോട് ഞാൻ പറഞ്ഞോളാം. കുട്ടു തിരക്കില്ല, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞോളാം കേട്ടോ. ലക്ഷ്മിയൊക്കെ എന്തോ കാണാനാ. ഈ 5 എന്നുള്ളത് ഇനി കൂടുവോ? ഇനി നാളെ ഞാൻ സ്കൂളിൽ പോവാണെങ്കിൽ അടുത്ത് കൊണ്ടുവരും. സമ്മതിക്കണം കേട്ടോ. എനിക്ക് ഇത്രയും 10-36 വയസ്സായിട്ട് എനിക്കൊരു പെണ്ണില്ല. കല്യാണം പോലും കഴിച്ചിട്ടില്ല, പിന്നെ അങ്ങനെ പെണ്ണ് വരുന്ന. അതില്ല, ഞാൻ പറയുമായിരുന്നു എനിക്ക് അങ്ങനെ ഒരാളില്ലെന്ന്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോട്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പണ്ട് എന്നെ പോലെ വെളുത്തിരിക്കരുത്, പക്ഷെ അപ്പൊ ലവർ വന്നത് കറുത്ത പാങ്ങ് കട്ടായി. അപ്പൊ വെളുപ്പ് നോക്കി വരും. അത് പറയാൻ കാരണം എന്തുവാ? കാരണം ഞാൻ അറിഞ്ഞതുകൊണ്ട്. വന്നിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ സുന്ദരനാടാ? നിന്റെ കമ്മലും എല്ലാം സെറ്റാ. എനിക്കറിയാം. അതും പൊളി. ചേച്ചിയൊക്കെ സപ്പോർട്ടാണോ? അമ്മയോ? അമ്മ ഷൂട്ടിനൊക്കെ പോകുമ്പോ എന്തൊക്കെയാ പറയുന്നത് അമ്മ? ഫുഡ് വിട്ടൊരു പരിപാടിയില്ല. അതെ, ഫുഡ് കഴിഞ്ഞിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. കുട്ടുവിൻ്റെ ഒരു ഡെയിലി ലൈഫ് എങ്ങനെയാണ്? രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഷൂട്ടിങ്ങിന് വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഷൂട്ടിങ്ങിന് വരുമ്പോൾ മറ്റേ സഞ്ജു റമീസൊക്കെ അവരില്ലേ, എൻ്റെ കൂട്ടുകാരാ. എൻ്റെ കൂട്ടുകാരൊന്നുമില്ല, അവന് വേറെ ഏതോ ഒരു ജില്ലയിൽ തോന്നും. ഓക്കെ. അപ്പം അവരാണെങ്കിൽ എന്നെ രാവിലെ ഷാർപ്പ് 6 മണിക്ക് വന്നില്ലെങ്കിൽ കണക്കാണ്, ഞാൻ ചാവും. കാരണം എന്താന്ന് വെച്ചാ എന്നെ വെറുതെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തും. 2 മണിക്കൂർ കണ്ട് പിന്നെയും ഷൂട്ടെന്ന് പറയും. അപ്പൊ ഞാൻ എങ്ങനെ ഉറങ്ങും? അതാ
അപ്പോൾ ഉറക്കമില്ല? ഇല്ല. ഓ ഷോ, എത്ര ദിവസമൊക്കെ ഉറങ്ങാതിരുന്നിട്ടുണ്ട്? ഒരു അവരുടെ പേരെന്തുവാ? റമീസും സഞ്ജു. അപ്പോൾ റമീസും സഞ്ജുവും കേൾക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഉറക്കാനൊക്കെ കൊടുക്കണം കേട്ടോ, കുറച്ച് സമയം. സഞ്ജു ഇപ്പം ക്യാമറയിലൊന്നും കാണത്തില്ല. കാണത്തില്ല. ഇപ്പം കാണിക്ക, ഞങ്ങൾ കാണിച്ചോളാം. അപ്പോഴോ? അപ്പോഴേ അവര് കാണത്തില്ല. ഇങ്ങനെ നോക്കും ഉള്ളൂ. എന്നാലും കുഞ്ഞിനെ ഇങ്ങനെ പോസ്റ്റ് അടിപ്പിക്കുമല്ലോ രാവിലെ മൂല്. ഞാൻ ഇവര് ഇങ്ങനെ മേക്കപ്പ് മാൻ അറിയില്ലേ, മറ്റേ ശിവൻ. ശിവൻ അങ്കിളാണെങ്കിൽ രാവിലെ മേക്കപ്പ് ഇടിപ്പിക്കും. എന്നിട്ട് പറയും എന്തിനാ കിടന്നോടുന്നത്. അതേപോലെ തന്നെ ഒരു ദിവസം കൃഷ്ണനായിട്ട് അതിട്ടിട്ട്, ഞാൻ കളിക്കുന്ന ആളല്ലേ, രാത്രി ഷോട്ട് എടുക്കണം. അപ്പൊ എന്തിനാ ഈ രാവിലെ ഇടുന്ന മേക്കപ്പ്? അതെ, രാവിലെ മേക്കപ്പ് ഇട്ടിട്ട് ഷോട്ട് എടുത്ത് രാത്രിയില്ല, അതുവരെ ഇട്ടോണ്ടിരുന്നു. ശിവൻ ചേട്ടനോട് ചോദിക്കത്തില്ലായിരുന്നു നിനക്ക്? ഇപ്പൊ ചോദിച്ചിട്ടാണ് അടുത്ത് ഞാൻ മഴക്ക് വെക്കാൻ. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഒറ്റ കാര്യമേ പറയാവുള്ളൂ, നീ നടനായില്ലല്ലോ ഉള്ളത് വിഷയം കേട്ടോ. ഉറപ്പായിട്ടും നീ അടിപൊളി ലോകമറിയുന്ന ഒരു നടനായിട്ട് മാറും. ഒരുപാട് സീരിയലുകൾ ഇനിയും കിട്ടട്ടെ. 5 എന്നുള്ള പ്രേമം 10 100 ആവട്ടെ. ഇടയ്ക്കൊക്കെ എന്നെയും വിളിക്കാം. അപ്പോൾ എല്ലാവിധ ആശംസകളും കേട്ടോ. ഞാൻ മേടിക്ക്, വാട്സപ്പിൽ കാണാം കേട്ടോ. ടാറ്റ. താങ്ക് യു.